അപ്പോൾ നമ്മൾ പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അള്ളാഹു സൂറത്തുൽ ലുഖ്മാൻ ആരംഭിക്കുന്നത് അലിഫ് ലാം മീം തിൽക ആയാതുൽ കിതാബിൽ ഹക്കീം എന്നാണ് തുടങ്ങുന്നത്. എന്താണ് ഈ അലിഫ് ലാം മീം? നമ്മളത് പല സൂറത്തിലും നമുക്ക് വന്നിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് ഞാനത് പരത്തി പറയില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിൽ എത്ര അധ്യായങ്ങളുടെ മുമ്പിലുണ്ട് ഇങ്ങനെ ഇത് ഉണ്ടല്ലോ, അലിഫ് ലാം മീം എന്നുള്ളത് കേവലാക്ഷരങ്ങൾ കൊണ്ടുള്ളൊരു തുടക്കമാണ്. അലിഫ് ലാം മീം ഇതൊക്കെ എന്താണ്? കേവലാക്ഷരങ്ങളാണ്. അൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന് പറയും. ഇങ്ങനെ തുടങ്ങുന്ന 29 സൂറത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. 29 സൂറത്തുകൾ. അറബി അക്ഷരങ്ങൾ എത്രയാണ് മൊത്തം? 28. അതിൽ എത്ര അക്ഷരങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ കേവലാക്ഷരങ്ങളായി എത്ര അക്ഷരങ്ങൾ വന്നിട്ടുണ്ട്? എന്നൊക്കെ നിങ്ങളെ വട്ടം കറക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ. നമ്മൾ കൊടുക്കൽ വാങ്ങൽ എന്നെങ്കിൽ ആളുകൾക്കൊരു ഇതുണ്ടാവുള്ളൂ. 14 അക്ഷരങ്ങൾ, 29 സൂറകൾ. വിശുദ്ധ ഖുർആനിൽ മൊത്തം എത്ര സൂറത്തുകളാ? 114 സൂറത്തുകൾ. അതിൽ 29 സൂറത്തുകൾ തുടങ്ങുന്നത് ഇങ്ങനെ എന്താ? അലിഫ് ലാം മീം, അലിഫ് ലാം റാ, അലിഫ് ലാം മീം സ്വാദ്, അലിഫ് ലാം മീം റാ അല്ലേ? അതേപോലെ തന്നെ ഹാമീം, നൂൻ, ഖാഫ്, സ്വാദ്, യാസീൻ, ഇങ്ങനെ താഹ, ഇങ്ങനെ കാഫ് ഹാ യാ ഐൻ സ്വാദ്, ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, മറിയം, സൂറത്ത് മറിയം. അതേപോലെ തന്നെ ഹാമീം ഐൻ സീൻ ഖാഫ്, ഇങ്ങനെ ഉണ്ടല്ലോ 29 സൂറകൾ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇതുപോലെ കേവലാക്ഷരങ്ങൾ കൊണ്ട്. ഏതൊക്കെയാണ് അക്ഷരങ്ങൾ? 14 അക്ഷരങ്ങൾ പറഞ്ഞില്ലേ? 28 അക്ഷരങ്ങൾ അറിയില്ല അറബിയിൽ. ഏതൊക്കെ അക്ഷരങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു നോക്കിയേ. അലിഫുണ്ട്, ലാമുണ്ട്, മീമുണ്ട് ഇല്ലേ? പിന്നെ റാ ഉണ്ട്, അലിഫ് ലാം റാ. പിന്നെ സ്വാദ് ഉണ്ട്, പിന്നെ സീനുണ്ട്, പിന്നെ നൂനുണ്ട്, അതെ യാണ്ട്, ഹാണ്ട്, മീം ആമെന്നല്ലേ, താണ്ട്, പിന്നെ ഹാണ്ടോ? ഹാല്ലേ? താഹ, ഖാഫ്, കാഫ്. എത്രയായി? അതെ ഐൻ അല്ലേ? 14, 14. ഇത്രയും അക്ഷരങ്ങളാണ് ഈ ഇങ്ങനെയുള്ള ഈ തുടക്കങ്ങളിൽ വന്നിട്ടുള്ളത്. അത് നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെ ഇപ്പോൾ അലിഫ് ലാം മീം വന്നു. വിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ സൂറത്തുൽ അലഖ്, രണ്ടാമത് ഇറങ്ങിയ സൂറത്തുൽ ഖലം, നൂൻ വൽ ഖലം ഉണ്ടോ? രണ്ടാമത് ഇറങ്ങിയ സൂറത്തിൽ തന്നെ ഈ പ്രയോഗം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ഒരു തുടക്കം? ചില സൂറത്തുകൾ ഇങ്ങനെ തുടങ്ങി. കൂടുതൽ മക്കിയത്തായ സൂറത്തുകൾ, കൂടുതലും മക്കയിൽ അവതീർണമായ സൂറത്തുകളിലാണ് ഈ തുടക്കം വന്നിട്ടുള്ളത്. മദീനയിൽ ഇറങ്ങിയ സൂറത്തുകളിലും വന്നിട്ടുണ്ട്. മദീനയിൽ സൂറത്തിൽ എവിടെ വന്ന്? അൽ ബഖറയിൽ. അൽ ബഖറ സൂറത്ത് മദീനയിലാണ് ഇറങ്ങിയത്. പിന്നെ ആൽ ഇംറാൻ മദീനയിലാണ് ഇറങ്ങിയത്. അൽ ബഖറ സൂറത്തും അതേപോലെ തന്നെ ആലു ഇമ്രാൻ സൂറത്തും മദനീയത്താണ്. അതിലും ഈ തുടക്കം. ബാക്കിയുള്ള സൂറത്തുകളൊക്കെ മക്കീയത്താണ്. അതിലൊക്കെ ഇങ്ങനെ ഈ കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതെന്തുകൊണ്ട്? പിന്നെ മാത്രമല്ല ഇതിൻ്റെ പാരായണം ഇപ്പം നമ്മൾ പിന്നെ സൂറത്തിൽ ഇൻഷിറാഹ് എന്ന് ഓദിക്കേ. നിങ്ങൾ സൂറത്തിൽ ഇൻഷിറാഹ് ഓദിക്കേ. സൂറത്തു ഷറാഹ് ഇങ്ങനെ ഓത്. അലം നശ്റഹ് ലക സദ്റക് അല്ലേ? അങ്ങനെ ഉണ്ടാ. ഈ അലം, ഇതിൻ്റെ എഴുത്തും ഈ അലം ഉണ്ടല്ലോ, ഇതും നോക്കിയേ എഴുത്തിലെങ്ങനെയാണ്? ഒരുപോലെ അല്ലേ? ഓക്കെ, അലിഫ് ലാം മീം. ഇത് ഓതുന്നത് നമ്മൾ അലം എന്നാണ്.
അക്ഷരങ്ങളെയാണ് ഓതുന്നത്, അക്ഷരങ്ങളെയാണ് ഓതുന്നത്. എന്നാൽ ഇത് ഓതുന്നത് അക്ഷരങ്ങളെയല്ല, പിന്നെ അക്ഷരങ്ങളുടെ പേരുകളെയാണ്. ഇത് അക്ഷരങ്ങളെ ഓതുന്നു, എന്നാൽ ഇത് അക്ഷരങ്ങളുടെ പേര് ഓതുന്നു. എങ്ങനെ ഓതണ ഇത്? അലിഫ് ലാം മീം ഉണ്ടല്ല. ഈ അലം നമ്മൾ ഓതിയില്ലേ, ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേര് അലിഫ്, ഇതിന്റെ പേര് ലാം, ഇതിന്റെ പേര് മീം. നോക്കി നിങ്ങൾ, ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയ ഈ സൂറത്തുകളിൽ നമ്മൾ ഓതുന്നത് അക്ഷരങ്ങളെയല്ല, പിന്നെ ഓതുന്നത് അക്ഷരങ്ങളുടെ പേരുകളെയാണ് ഓതുന്നത്. പറഞ്ഞാൽ മനസ്സിലാണ്ടോ? പേരുകളാണ്. അലിഫ് ലാം മീം എന്നാണ് ഓതുന്നത്. അതിൽ ആ ഓത്തിൽ തന്നെ വേറൊരു വ്യക്തത, ഈ അക്ഷരങ്ങളുടെ പേരുകളാണ് ഓതുന്നത് എങ്കിൽ ഓതേണ്ടത് അലിഫുൻ ലാമുൻ മീമുൻ ഇങ്ങനെ ഓതേണ്ടത്. അലിഫുൻ ലാമുൻ മീമുൻ ഇങ്ങനെയാണ് ഓതേണ്ടത്. പക്ഷെ അങ്ങനെയല്ല ഓതേണ്ടത്. പിന്നെയോ അലിഫ് ലാം മീം എന്നാണ്. അപ്പോൾ അക്ഷരങ്ങളെ ഓതാതെ അക്ഷരങ്ങളുടെ പേര് ഓതുന്നു. ആ പേര് ഓതുന്നത് തന്നെ സാധാരണ ഓതുന്ന പോലെയല്ല. പിന്നെയോ അലിഫുൻ എന്നോതാതെ അലിഫ് ലാം ഇങ്ങനെയാണ് ഓതുന്നത്. ഈ തുടക്കം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള തുടക്കങ്ങൾ അത് ശരിക്ക് ഒരു മഹാത്ഭുതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഈ തുടക്കത്തിൽ അത് വിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകതയെ, അമാനുഷികതയെ, മുഅ്ജിസത്തിനെ ശരിക്കും ദ്യോതിപ്പിക്കാനാണ് ഈ ഒരു തുടക്കം ഇങ്ങനെ ചില സൂറത്തുകൾ തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? അർത്ഥമാക്കുന്നത് എന്താണ്? അതിൽ വല്ല പൊരുളുണ്ട് എന്നുള്ളത് അക്കീദ്, അതിൽ സംശയമൊന്നുമില്ല, പൊരുളുണ്ട് എന്നുള്ളതിൽ. പക്ഷെ ആ പൊരുൾ അത് എന്ത്? അതിൽ കുറേ ചർച്ചകൾ കാണാം, കുറേ അഭിപ്രായങ്ങൾ, അതൊക്കെ സുന്ദരമായ കുറേ വിഷയങ്ങളാണ്. ആകത്തുക ചിലർ പറഞ്ഞു ഇത് ഉണ്ടല്ലോ, ഇത് ചില റംസുകളാണ്. റംസ് എന്ന് പറഞ്ഞാൽ എന്താ? റംസറ നമ്മൾ റുമൂസ്, റംസ് എന്ന് പറയും, സിമ്പലുകൾ. ചിലർ പറഞ്ഞില്ല, ഇത് ചില പേരുകളെ ആണ് അറിയിക്കുന്നത്. ചിലർ പറഞ്ഞില്ല, ഇത് ഖസമിനെയാണ് അറിയിക്കുന്നത്. ഖസം മലക, ഇതെന്താ ഖസം എന്ന് പറഞ്ഞാൽ എന്താ? സത്യം. അപ്പോൾ ചിലർ പറഞ്ഞു ഇത് ചില റംസുകളാണ്. റംസ് എന്നുണ്ടെങ്കിൽ ചില സിമ്പലുകൾ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടല്ലോ, ഇതന്നെ അലിഫ് തന്നെ, ലാം തന്നെ, മീം തന്നെ ഉണ്ടല്ലോ, ഇതൊക്കെ ഓരോന്നിൻ്റെ സിമ്പലുകളാണ്. അലിഫ് എന്ന് പറഞ്ഞെങ്കിൽ അത് അള്ളാഹിനെയാണ് അറിയിക്കുന്നത്, അള്ളാഹിനെ അറിയിക്കാനുള്ള ഒരു അടയാളാണ്. ലാമ് മലക്കുകളെ അറിയിക്കാനാണ്. മീമു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കാനാണ്. ഇങ്ങനെ ഇത് ഈ റംസ് എന്ന് പറയുമ്പോൾ ആ റംസ് ഏതിൻ്റെ റംസ്? പല അഭിപ്രായങ്ങളാണ്. ചിലർ പറഞ്ഞില്ല, ഇത് പേരുകളാണ്. ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങണമൊക്കെ എന്താണ്? പേരുകളാണ്. അലിഫ് ലാം മീം എന്നുള്ളതൊരു പേരാണ്. അപ്പോൾ അത് ആർക്ക് പേര്? ചിലരിന് അള്ളാഹ്ക്ക് പേര്, ചിലവിന് സൂറത്തിൻ്റെ പേര്, ചിലർ പറഞ്ഞ് വേറെ പേരുകൾ പറഞ്ഞ്, ഇപ്പോൾ താഹ, യാസീൻ, ഇതൊക്കെ പേരുകളാണ്. ഇങ്ങനെ പറഞ്ഞ്, അപ്പോൾ അത് ആർക്ക് പേര്? അതിൽ കുറേ അഭിപ്രായങ്ങൾ. ചിലർ പറഞ്ഞ് ഇത് ഖസം എന്താ? സത്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു സൂറത്തിനെ ഇങ്ങനെ കേവലാക്ഷരങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ അള്ളാഹു സത്യം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതൊരു സത്യമാണ്. ആ സത്യത്തെ തുടർന്നാണ് ഈ സൂറത്തിൻ്റെ ആരംഭം. ഇത് സത്യമാണ്, അലിഫ് ലാം മീം എന്നുള്ളത് സത്യമാണ്. എന്നിട്ട് അള്ളാഹു സത്യം ചെയ്തിട്ട് പറയാണ് തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം. മനസ്സിലായത്? ഈ റംസാണ്, ഇസ്മാണ്, ഖസമാണ്. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള മൊത്തത്തിൽ അതിൻ്റെ വകുപ്പുകൾ പറഞ്ഞത്. ഈ വകുപ്പുകളിൽ പിന്നെ ഏതിൻ്റെ റംസ്, ഏതിൻ്റെ പേര്, സത്യം അതെങ്ങനെ, അതിലൊക്കെ കുറേ അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ ഇതിൽ പഠനം നടത്തിയ കാണാൻ സാധിക്കും. കാരണം ഇതെന്ത് എന്നതിൽ എന്തില്ല, ഒരു വ്യക്തമായ ടെക്സ്റ്റ് വന്നില്ല എന്നതിനാൽ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ല ഇനിയിപ്പോൾ നമ്മളിവിടെ ഈ യഖീനെ കുറിച്ച് പറയുമ്പോൾ നമുക്കതിൽ കൂടുതൽ ഒരു വ്യക്തത വരും. വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചപ്പോൾ അതിൽ
ആളുകൾക്ക് സന്മാർഗം സിദ്ധിച്ച് നേർവഴി പ്രാപിച്ച് സ്വർഗത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങളൊക്കെ വ്യക്താക്കിയിട്ടുണ്ട്. ഒരാൾക്ക് നന്നാവാനും നേർവഴി പ്രാപിക്കാനും സ്വർഗം പ്രാപിക്കാനും വേണ്ടതോ അതൊക്കെ എന്തുണ്ട്, വ്യക്തമായ വചനങ്ങളുണ്ട് അല്ലേ. ഫി ആയാത്തുൻ മുഹ്കമാത്ത്, ഇതിൽ മുഹ്കമത്തുകളായ ആയത്തുകളുണ്ട്. വഫീഹി മുത്തശാബിഹാത്ത്, വിശുദ്ധ ഖുർആനിൽ എന്തുകൊണ്ട് മുത്തശാബിഹാത്ത് ആയ ആയത്തുകളുണ്ട്. മനസ്സിലല്ലേ? അതിൻ്റെ ഉദ്ദേശം പൊരുൾ എന്ത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമല്ല. അങ്ങനത്തെ വചനങ്ങളും ഉണ്ട്. പക്ഷേ മനുഷ്യന് നന്നായി ജീവിച്ച് സ്വർഗം നേടാൻ വേണ്ടതെന്തോ അതൊക്കെ എന്തുണ്ട്, സുവ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് ആണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും ഞാനത് നമ്മൾ എപ്പോഴും നമുക്ക് പിന്നെ പല സൂറത്തുകളിലും വരുന്നതുകൊണ്ട് ഇത് വിശദീകരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ചില കാര്യങ്ങൾ പിന്നെ ഇതോടനുബന്ധിച്ച് ഒരു തുടക്കം ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ചില പ്രാമാണികർ പറഞ്ഞാൽ എന്താ അറിയോ, ഈ അലിഫ് ലാം മീം പോലുള്ളതായ ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് അള്ളാഹു തുടങ്ങിയത്, ഇത് ശരിക്ക് ഈ വചനങ്ങളെ കളവാക്കുന്നവരും കളിയാക്കുന്നവരാണ് ആര്? ഇതിൻ്റെ പ്രഥമ അഭിസംബോധിതർ മക്കാർ ഇതിനെ കളിയാക്കുന്നവരാണ്. ഇത് വ്യാജമാണ് എന്ന് പറയുന്നവരാണ്. ഇത് പിന്നെ കവിതയാണെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവരാണ്. അതേപോലെ തന്നെ ഇത് ജ്യോത്സ്യൻ്റെ മന്ത്രോച്ചാരണമാണെന്ന് പറയുന്നവരാണ്. ഇത് ഭ്രാന്തൻ്റെ വർത്തമാനം എന്ന് പറയുന്നവരാണ്. നഊദു ബില്ലാഹ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് ആരാ ഈ പറയുന്നത്? നന്നായി അറബി അറിയുന്നവർ, അറബി ഭാഷ സംസാരിക്കുന്നവർ, അറബി ഭാഷയിൽ സാഹിത്യകാരന്മാർ, അറബി ഭാഷയിൽ ഗദ്യത്തിലും പദ്യത്തിലും പ്രാവീണ്യർ, മക്കാർ പറയാണ് ഇതിനെക്കുറിച്ച് വ്യാജമായ വിശേഷണങ്ങൾ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയുള്ള ചില തുടക്കങ്ങൾ നൽകിയിട്ട് അവരോട് പറയാണ്, നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങളുടെ ഗദ്യ സാഹിത്യത്തെ നിങ്ങൾ സൃഷ്ടിക്കുന്ന, നിങ്ങളുടെ പദ്യ സാഹിത്യങ്ങളെ നിങ്ങൾ സൃഷ്ടിക്കുന്ന അക്ഷരങ്ങളേതാ? അറബി അക്ഷരങ്ങളാണ്. അപ്പോൾ അറബി അക്ഷരങ്ങൾ നിങ്ങൾ സംസാരിക്കാനും സാഹിത്യരചന നടത്താനൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതായ അറബി അക്ഷരങ്ങൾ, ആ അറബി അക്ഷരങ്ങൾ കൊണ്ട് എന്താണ് പിന്നെ ഘടിപ്പിക്കപ്പെട്ടതാണ് ഈ പ്രയോഗങ്ങളൊക്കെ, ഈ സൂക്തങ്ങൾ, ഈ സൂറകൾ. അതുകൊണ്ട് അള്ളാഹു ഖുർആൻ എന്ത് ചെയ്തിട്ടുണ്ട്? വിശുദ്ധ ഖുർആനെ കളവാക്കിയവരെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇതുപോലത്തത് കൊണ്ടുവരാൻ. ആ വെല്ലുവിളി അവരുടെ ഉള്ളിൽ തറക്കാൻ വേണ്ടിയിട്ട്, വിശുദ്ധ ഖുർആൻ്റെ വിഷയത്തിലുള്ള വെല്ലുവിളി ഉള്ളിൽ തറക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ചില തുടക്കങ്ങൾ നടത്തിയത്. നിങ്ങൾ പറയുന്ന അറബി അക്ഷരങ്ങളാണിത്, അലിഫ് ലാം മീം അല്ലേ? ആ അക്ഷരങ്ങൾ ക്രോഡീകരിച്ചാണ് ഈ സൂക്തങ്ങൾ. ഇത് കളവാണ് എങ്കിൽ, ഇത് വ്യാജമാണ് എങ്കിൽ, ഇത് കവിതയാണ് എങ്കിൽ, ഇത് ഭ്രാന്തൻ്റെ വർത്തമാനമാണ് എങ്കിൽ ഇതിന് തുല്യമായി നിങ്ങൾ കൊണ്ടുവരി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കക്കാരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ നിഷേധികളെ അന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു വെല്ലുവിളിയുടെ ആമുഖമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നതാണ് ചില സൂറകൾ. അതിൻ്റെ തുടക്കത്തിൽ ഈ കേവലാക്ഷരങ്ങൾ എന്നാണ് പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അലിഫ് ലാം മീം എന്ന് തുടങ്ങി പിന്നെ പറയുന്നത് തിൽക ആയാതുൽ കിതാബിൽ ഹകീം. ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങി ഏത് സൂറത്തുണ്ടോ അതിനെ തുടർന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലേക്കായിരിക്കും ചൂണ്ടുക, വിശുദ്ധ ഖുർആനെ കുറിച്ചായിരിക്കും പരാമർശിക്കുക, ഒന്നുകിൽ വ്യക്തമായി അല്ലെങ്കിൽ വ്യംഗ്യമായി. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്താ പറഞ്ഞേ? ഇങ്ങനെ കേവലാക്ഷരങ്ങൾ കൊണ്ട് ഏത് സൂറത്ത് തുടങ്ങിയിട്ടുണ്ടോ അതിനെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയൽ ആരെക്കുറിച്ചായിരിക്കും? ഖുർആനെ കുറിച്ചായിരിക്കും. ഒന്നുകിൽ വ്യക്തമായി, ഒന്ന് ഉദാഹരിച്ചാണ്, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ, ദാലിക്കൽ കിതാബ് ആരാ? വിശുദ്ധ ഖുർആനാണല്ലേ. പിന്നെ ഹാമീം തൻസീലുൽ കിതാബ്, ഇങ്ങനെ ഹാമീം സൂറത്തുകൾ, യാസീൻ വൽ ഖുർആനിൽ ഹകീം, താഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ക. കണ്ടോ ഇങ്ങനെ ഒന്നുകിൽ വ്യക്തമായി അല്ലെങ്കിൽ വ്യംഗ്യമായി പിന്നെ വിശുദ്ധ ഖുർആനായിരിക്കും. കാഫ് ഹാ യാ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, അവിടെ വ്യംഗ്യമായിട്ടാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ, പിന്നെ നിന്റെ നാഥൻ സക്കരിയ എന്ന ദാസന് നൽകിയ റഹ്മത്ത്, അതിനെക്കുറിച്ചുള്ള പരാമർശമാണ്.
ആര്? ഈ വിശുദ്ധ ഖുർആൻ വ്യംഗ്യമായിട്ടാണ് ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒന്നുകിൽ വ്യക്തമായി, എല്ലാ വചനങ്ങളും ഏറെക്കുറെ വ്യക്തമാണ്, കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഖുർആനെ കുറിച്ചാണ് പറയാം. ചില സൂറത്തുകളിൽ വ്യംഗ്യമായിട്ടാണ്, സൂറത്തുൽ മറിയം പോലുള്ളതായ സൂറത്ത്. അതിൽ നിന്ന് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് എന്ത്, ഈ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങിയിട്ട് അള്ളാഹു എന്ത് ചെയ്യാണ്, ഈ ഖുർആന്റെ പ്രത്യേകത പറയുന്നത് ഇത് അറബി ഭാഷയിലാണ്. ഈ അറബി ഭാഷ ഈ അക്ഷരങ്ങൾ പെറുക്കി സംസാരിക്കുന്നവരുടെ ഭാഷയാണ്. എന്നിട്ട് അവർ പറയാണ് ഇത് വായിച്ചിട്ട് ഇത് കള്ളാണ്, ഇത് വ്യാജമാണ്, ഇത് കെട്ടിയുണ്ടാക്കിയതാണ്, ഇത് ഭ്രാന്തന്റെ വർത്താനാണെന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ സംസാരിക്കുന്ന ഭാഷയിലാണല്ലോ ഇതുപോലത്തെ ഒന്ന് കൊണ്ടുവരും എന്നവരെ വെല്ലുവിളിക്കാനാണ് എന്നാണ് ഇതിൽ പറയുന്നത്.